XP. അതെ, ഇനി നമുക്ക് വേണ്ടത് XP ഫാമാണ്. പക്ഷെ അതിനു മുമ്പ് എന്നോടാ ചോദിച്ചത് എന്തുകൊണ്ട് ഇത് സബ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് നീ സബ് ചെയ്യുന്നില്ല? 50 ആൾക്കാർ, 59 അത്രയും വ്യൂസ് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരാൾ പോലും സബ് ചെയ്യണില്ല. മര്യാദക്ക് സബ് ചെയ്ത് വെച്ച് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത എപ്പിസോഡ് ക്രോപ്പ് ഫാം ആക്കുമെന്നാണ് പറഞ്ഞത്. ബട്ട് അത് പറ്റില്ല ഗൈസ്. കാരണം ഇനി അങ്ങോട്ടുള്ള എല്ലാ ഫാംസും ഞാൻ അവിടെ ആ ഐലൻഡിൽ ഉണ്ടാക്കാനൊക്കെ കരുതുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാതും, കാരണം ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, നമ്മൾ അയൺ ഫാമും ബ്രേക്ക് ആവും. അപ്പോൾ ഈ ഡ്രീം ഫാമും ഈ ഫാമും അടക്കം അങ്ങോട്ടോ, എല്ലാ ഫാമും അങ്ങോട്ട് കൊണ്ടുപോകണം. ഇവിടെ നമുക്ക് നമ്മളെ പെരയും അയൺ ഫാമും പിന്നെ ഒരു അത്യാവശ്യത്തിന് വേണ്ട മാത്രമേ ഇവിടെ വെക്കുള്ളൂ. വില്ലേജറായിട്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടേക്കും. അപ്പോൾ XP ഫാമിന് വേണ്ടി ഒരുപാട് നേരം ഞാൻ എന്തിനു പോയി, വേൾഡ് കറങ്ങാൻ പോയി. ഞാൻ അതന്നെ വേൾഡ് കറങ്ങാൻ പോയിട്ട് ഞാൻ ഒരുപാട് സംഭവങ്ങൾ കണ്ടുപിടിച്ചിരിക്കണേ. അതിൽ വില്ലേജർ ഔട്ട് പോസ്റ്റ് ഉണ്ട്, പിന്നെ മറ്റേ ബയോമുണ്ട്, ഏത് ഐസ് ബയോമുണ്ട്, പിന്നെ ഒരു റോസ് കളർ മരല്ലേ അതുണ്ട്. കാര്യമായിട്ട് പോയത് നമുക്ക് ഈ സാധനത്തിന് വേണ്ടിയാണ്. എവിടെയത് ഇതെടുത്താൽ എവിടെ പോയി? അതാ കൊണ്ടുപോകണം. ഈ സാധനം ഇതുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് ഫാമാണ് നമ്മളെ തൽക്കാലത്തുള്ള XP ഫാം ഉണ്ടാക്കാൻ കരുതുന്നത്. ബട്ട് അതിലേറെ പവർഫുള്ളായിട്ടുള്ള കുറേ അല്ല 1-2 XP ഫാം കൂടി ഉണ്ട് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കണം. പക്ഷെ അതിനുള്ള റിസോഴ്സസൊന്നും നമുക്കിപ്പോൾ ഇല്ല. ഗോൾഡ് ഫാമിനുള്ള റിസോഴ്സസൊക്കെ നമ്മളിപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതുണ്ടോ, ഒരുപാട് കോഡ്സ്, ഒരു പേര്, അതെ അതും. പിന്നെ ഇപ്പോൾ പോയാണ്ട് ഈ പൂവിൻ്റെ പേരെന്താ, സൺഫ്ലവറും ഒപ്പിച്ചു. നമുക്ക് ഗോൾഡ് ഫാം അങ്ങോട്ട് ഉണ്ടാക്കണം. പിന്നെ മാത്രമല്ല നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതിന് ഈ എപ്പിസോഡാകുമ്പോൾ നമ്മൾ സോഡും സെറ്റാക്കി. പിന്നെ ബോക്ക് എൻജോയ്മെൻറ്റ്സും സെറ്റ് ചെയ്തു. കണ്ടോ, 3 എൻജോയ്മെൻറ്റ്സ്. ഇതാണ് നമ്മളെ താൽക്കാലികമായിട്ടുള്ള ബോ. ഇച്ച് മെൻഡിങ് ചേർത്തിട്ടുള്ളതാണ് ഇഷ്ടമുള്ളത്. പക്ഷേ നമുക്ക് XP ഫാം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മെൻഡിങ് ആഡ് ചെയ്തില്ല. പിന്നെ നമ്മളെ ഇതിപ്പോൾ 30 ഇതുവരെ കിട്ടും. കണ്ടോ, ഇത് ഞാൻ ഇന്നലെ സെറ്റാക്കി. പിന്നെ അത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഗോൾഡ് ഫാം ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. പക്ഷെ ഇനി ഷവൽക്കും കൂടി എൻജോയ്മെൻറ്റ്സ് ആഡ് ചെയ്യണം. പക്ഷെ ഞാൻ ഈ എപ്പിസോഡിൽ തന്നെ എൻജോയ്മെൻറ്റ്സ് ആഡ് ചെയ്യാനൊക്കെ കരുതിയത്. ബട്ട് നമുക്ക് നടക്കില്ല. കാരണം എന്താ അറിയോ, XP ഫാം ഇല്ലാതെ നമുക്ക് എൻജോയ്മെൻറ്റ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു ഗോൾഡ് ഫാം ഉണ്ടാക്കി കരുതി. ഗോൾഡ് ഫാം എവിടെ ഉണ്ടാക്കും നോക്കിക്കാണിപ്പോൾ ഞാൻ ആ ഐലൻഡ് ഉണ്ടാക്കണോ അതോ ഇവിടെ തന്നെ ഉണ്ടാക്കണോ? ഇവിടെ തന്നെ ഉണ്ടാക്കിയാൽ ഇപ്പോൾ എന്താ പ്രശ്നം എന്നറിയോ, ഇവിടെ ഒരുപാട് ഫാം വരും. ഈ ഐലൻഡ് മൊത്തം നമ്മൾ ഫാം കൊണ്ട് നടക്കും. അപ്പോൾ ഭാവിയിൽ നമുക്കത് ചിലപ്പോൾ ഒരു ഭീഷണിയാകും. കാരണം എന്താ അറിയോ, ഈ ഗോൾഡ് ഫാം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പിഗ്ലിൻസ് സ്പോൺ ആവും. ആ ടൈമിൽ നമുക്ക് ഇവിടെ ബാക്കിയുള്ളതും ഇവിടെ വർക്കായി കൊണ്ടിരിക്കുന്ന ടൈമിൽ ലാഗ് കൂടാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ ആലോചിച്ചു. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയിൻസ് കിട്ടണം. അല്ലെങ്കിൽ നമുക്ക് ഗോൾഡ് ഫാം മാത്രമേ നമ്മൾ ഐലൻഡിൽ ഉണ്ടാക്കണം. കാരണം അത് നമ്മൾ ചെന്ന് മാനുവലായിട്ട് ഓണാക്കി അവിടെ കുറച്ച് നേരം നിന്നാൽ മാത്രം മതി. അത്ര തന്നെ ഉള്ളൂ ശരിക്കും. XP ഫാമും പിന്നെ ഒരു ഗോൾഡ് ഫാമും കൂടി ആവും അത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാക്കിയാലും മതിയില്ലേ ശരിക്കും. നമുക്ക് ഈ ഭാഗത്ത് കണ്ടുണ്ടാക്കാം.
ഇവിടെ ഒരു ചെറിയ പ്ലെയിൻസ് പോലെ ഉണ്ട്, അവിടെ ഉണ്ടാക്കാം ഗോൾഡ് ഫാം. പിന്നെ ഗോൾഡ് ഫാം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ആ ഐലൻഡ് മൊത്തം അടിച്ച് നിരപ്പാകണം. പിന്നെ ചെയ്യാൻ മറക്കണ്ട, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കാരണം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്നും നഷ്ടപ്പെടാൻ പോകില്ല. പിന്നെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചാലും നോക്കുക. ഓക്കെ, നിർബന്ധമല്ല, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചാൽ. അപ്പോൾ ഞാനിനി ഗോൾഡ് ഫാമിൽ ഉണ്ടാക്കാനുള്ള ഇതൊക്കെ ഒന്ന് സെറ്റാക്കി ഒരു ഭാഗത്തൊക്കെ കൊണ്ടു വെക്കട്ടെ. ഇത് സംഭവങ്ങളൊക്കെ സെറ്റാണ്. ഇനി ഞാൻ ഉണ്ടാക്കാനുള്ളതൊക്കെ അങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കണു. നമുക്ക് വേണ്ടത് എത്രയാണ്? അതന്നെ മതി തോന്നുന്നു. ഇത് വർക്കാവും തന്നെയാണ് എൻ്റെ ഒരു നിഗമനം. നമുക്കിത് അങ്ങോട്ട് ഫേസ് ചെയ്ത് കണ്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം നമുക്ക് എന്തായാലും തുടങ്ങാം. ആദ്യം തന്നെ ഈ ബ്ലോക്ക് കൊടുക്കാം. ഒന്നിവിടെ വെച്ചിട്ട് 1 2 3 4 5 6 7 8 9 അല്ല 1 2 3 4 5 6 7 8 9 അതെ 9 ബ്ലോക്ക് അങ്ങോട്ട്. ഇവിടെ നല്ല മഴ ഉണ്ട്. നിങ്ങളവിടെ മഴ ഉണ്ടോയെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഇനി മേലൊക്കെ അതേപോലെ തന്നെ 9 ബ്ലോക്ക്. 1 2 3 9. ഇനി ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അങ്ങോട്ട് 9. 1 2 8 9. ഇനി ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം അയ്യോ ഇപ്പം തന്നെ ചാടിനടിക്ക് കറുപ്പത് കഴിയുമ്പോൾ ചാടട്ടോ. അല്ലല്ലേ പോയില്ല, ഇരുന്നോണ്ടാണ്. ഇനി ഇവിടെ ഒരു വാട്ടർ ഒഴിച്ചിട്ട് ഇങ്ങനെ അടിക 1 2 3 4 5 6 7 8 9 വർക്കിംഗ് ആവില്ല ആവട്ടോ, ഇത് ഉറപ്പില്ല. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇനി എന്താ ചെയ്യാണ്ട് വെച്ചാല്, അപ്പൊ ഗൈസ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതുവരെ കൊണ്ട് കുഴിച്ചു മാറ്റും. എന്താണ് കുഴിച്ചു മാറ്റട്ടെ? എത്ര പെട്ടെന്ന് പൊട്ടണം. ഈ പൊട്ടപ്പെട്ട സ്പോൺ ആയിക്കണല്ലോ. ഇതെന്താ ജംഗിൾ വേണ്ട, ഇപ്പം അത്ര ആവശ്യമൊന്നുമില്ല. എന്താ വിസിബിലിറ്റി ഇതൊന്നും വേണ്ട. എന്തായാലും ഇപ്പം ഇങ്ങനെയാണ് ഇതാ നമ്മളിപ്പോൾ എത്ര തെറ്റെത്തണമല്ലോ. ഇതൊക്കെ പിടിച്ചു. ഇതുള്ളൂ, ഇങ്ങനെ സെറ്റ് ചെയ്യാം. നമ്മളിത് ട്രൈഡ് ആൻഡ് കില്ലറാണ് ഉണ്ടാക്കാൻ കരുതിയിരുന്നത്. ബട്ട് നമ്മുടെ ട്രൈഡ് ആൻഡ് ഇതുവരെ കിട്ടിയില്ല. നമുക്ക് അത് ട്രൈഡ് ആൻഡ് പിന്നല്ല, പക്ഷെ എന്നാലും അതുവരെ ഉള്ളത് സെറ്റ് ചെയ്ത് നോക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഒരു ടെമ്പററി ബ്ലോക്ക് കൂടെ വെച്ചതിന് ശേഷം ഇതെന്താ ഡിസ്പെൻസർ ഇങ്ങനെ വെക്കണം. എന്നിട്ട് 1 2 3 4
4 ബ്ലോക്ക് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇനി ഈ 4 ബ്ലോക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഒബ്സർവർ എടുക്കുക. ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കുക. 1 2 3 ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതെടുക്കുക. ഇത് ഇത്ര വേണ്ട കേസ് ഇത് പൊട്ടിച്ചിട്ട് കറക്റ്റ്. എന്നിട്ട് ഇങ്ങനെ 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 വെക്കുക. എന്നിട്ട് ഒരു ലിവർ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇങ്ങോട്ട് കയറുക. ഇങ്ങോട്ട് കയറിയതിന് ശേഷം ട്രാപ്പ് ഡോർ എടുക്കുക. 1 2 3 ഇനി ഇതെടുക്കുക. അയ്യോ ഇരിക്കണം, ഇരുന്നിട്ട് കാണാം. ഇങ്ങനെ ഇത് തികയില്ലേന്നാവും. ഞാൻ ഇതുകൂടി ഒപ്പിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ള് ഇതാക്കിയിട്ട് കാണിച്ചതേ. ഇത്രയും സെറ്റാക്കിയതിന് ശേഷം ഒരു ബക്കറ്റ് ലാവ് എടുക്കുക. എന്നിട്ട് ശ്രദ്ധിച്ച് ഇവിടെ ഒഴിക്കുക. അപ്പം അത് കത്തും. ഇത് കത്തിയതിന് ശേഷം ഒരു ബക്കറ്റ് 2 ബക്കറ്റ് വെള്ളമാണ്. 2 ബക്കറ്റ് വെള്ളം എടുത്തതിന് ശേഷം യെസ് ദിസ് ഈസ് വർക്കിംഗ്. ഇത്ര ഉള്ളൂ ഇത്. ഇനി അതിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിരിക്കണം. നമുക്ക് ട്രൈഡൻ കില്ലറും കൂടി സെറ്റാക്കണം. അടിയേക്ക് കൊഴിച്ച് കണ്ട്. അപ്പോൾ ഞാൻ അടിയേക്ക് കൂടി കുറച്ച് ആദ്യം വരെ കൊല്ലപ്പത്താട്ട് ഓക്കെ. ഇപ്പോൾ ഇവിടെ തട്ടിയാണ് ഉണ്ടല്ലോ. ഇങ്ങനെ അടിയേക്ക് ഗൈസ് നമ്മളെന്തായാലും അതൊക്കെ സെറ്റ് ചെയ്തിരിക്കണേ. ഇനി സെറ്റ് ചെയ്തിരിക്കണം. നമുക്ക് ട്രൈഡൻ കില്ലർ സെറ്റ് ചെയ്യണം. അതിനു വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാം. ട്രൈഡൻ്റ് നമ്മളെ കയ്യിലില്ല, അതാണ് വേറെ കാര്യം. അപ്പോൾ ഗൈസ് ഇങ്ങനെ അതിന് ശേഷം സെറ്റ് ചെയ്യാം. അതിന് ശേഷം ജസ്റ്റ് ടെമ്പററി ജസ്റ്റ് ഉണ്ടാക്കാൻ അതുപോലുമില്ല. ഓക്കെ, ജസ്റ്റ് ഒരു ടെമ്പററി ജസ്റ്റ് വെക്കുക. എന്നിട്ട് ഇരുന്നാണ്ട് അയക്കോടിച്ച് ഇങ്ങനെ വെക്കുക.
ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതൊക്കെ തിരിച്ച് വെക്കുക. ഇവിടെ മൊത്തം പാലം കൊലയാണ്ട് കിടക്കണം. ഇതൊക്കെ സെറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്കിപ്പോൾ തൽക്കാലം കുറച്ച് സ്ലാബ് ഉണ്ടാക്കാം. ഇതൊക്കെ തൽക്കാലം കേട്ടോ, വേറെ കാര്യം. ഇനി വേണം ഇങ്ങനെ വെക്കുക. നമുക്ക് ചുറ്റും നോക്കണം, വേണ്ട. ഇങ്ങനെ വെച്ചതിന് ശേഷം എവിടെ ലിവർ, എവിടെ ലിവർ ലിവർ ഉണ്ടാക്കിയില്ലേ? കുഴപ്പമില്ല, ഒന്നുണ്ടാക്കപ്പോൾ. എത്ര പണമുള്ളത്? ഇത് സെറ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യം ഇപ്പം ശരിക്കും പറഞ്ഞല്ല. അതുകൊണ്ട് ഫൈലേ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ വെക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇത് പിന്നെ സെറ്റ് ചെയ്യാം. ഇനി ഇത്രേ ഇനിയുണ്ടല്ലോ. ഇതൊന്നുകൂടി ഒന്ന് വലുതാക്കാം. ഇനി എന്താണ് അതാ വർക്കാണല്ലോ. ഭയന്നു. ഇപ്പോൾ സെറ്റാണ് ഗൈസ്. നമുക്ക് ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യണം. ഒരുപാട് പിഗ്ലിംസ് സ്പോൺ ആവുന്ന രീതിയിലാക്കണം. അതായത് ഇതേപോലെ 1, 2, 3 അങ്ങനെ കുറേ കൊണ്ടുവരണം. അപ്പോൾ കൂടുതൽ മൂബ്സ് സ്പോൺ ആവും. അപ്പോൾ ഏത് കുഴിയിൽ നിന്ന് ഇറങ്ങിയെന്ന് ബാക്കിയുള്ളത് അടക്കുക. പ്രോപ്പർലി വർക്കിംഗ് ആണ്. ട്രൈഡൻ കില്ലറും കൂടി സെറ്റ് ആയി കഴിഞ്ഞാൽ അടിപൊളി. എനിക്കൊരു കുട്ടി കുറച്ചുകൂടെ കിട്ടുക. കാരണം എന്താ പറയുക, നമുക്ക് ലൂട്ടിങ് ഇത്തിരി സുഖമില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ജോയിൻ ചെയ്യാണ്. അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വേറൊന്നും ചെയ്യേണ്ട. അത്രമാത്രം മതി. കമൻ്റ് ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് സബ് ലൈക്കും മാത്രം മതി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെക്കും ബൈ. പിന്നെ മാത്രമല്ല, ഇതിൽ ബാക്കി വെച്ചാൽ അവിടെ ഇവിടെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ഞാൻ ഓഫ്ലൈനായിട്ടേക്കും ചെയ്യലുണ്ടാവുക. പ്രത്യേകിച്ച് ചിലപ്പോൾ ഈ ഇതിലെ ട്രേഡിൻ്റെ അത് ഓഫ്ലൈൻ തന്നെയാക്കും മിക്കവാറുണ്ടാവുക. പറ്റുകയാണെങ്കിൽ കാണിച്ചാൽ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടേക്കും ഞാനത് ചെയ്യലുണ്ടാവും. ഓക്കെ, അപ്പോൾ ബൈ.